ഹലോ മാന്യരെ, വ്യാപാരികളും നിക്ഷേപകരും. വിവരവും വിശകലന സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം. കമ്പനിയുടെ ഓരോ പാരാമീറ്ററും വിശദമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും. ഈ അവലോകനം 2025 ഓഗസ്റ്റ് 12 വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് ഗുരുക്കഴിലത കമ്പനി സാം ഉപവിഭാഗത്തിൽപ്പെടുന്നു. ബദവ് ഹഡയെതിരെ 58 കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡർ പട്ടിക നോക്കും. ചോദ്യം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ 10 പോയിന്റിൽ 0.5 ആണ്. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 2.4 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യുഎസ് വിപണിയിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി ഫലം 1.7 പോയിന്റാണെന്ന് ശ്രദ്ധിക്കുക. കമ്പനിയുടെ സ്കോറിനെതിരെ 0.5 ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും. 335.5% ചലനാത്മകത കാണിച്ചു. ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ 39%. കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം $41 കൂടെ 31 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $1113 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $1.67 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $1088 ബില്യൺ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം. ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധന മൂല്യനിർണ്ണയം 0.371%. പുസ്തക മൂല്യം 0.154%. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം. ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ $0.017 ബില്യൺ. കടം. പുസ്തക മൂല്യം അനുപാതം കമ്പനിയുടെ ഇക്വിറ്റിയുടെ 1%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റുകൾ. കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും 191 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 30.1 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $216 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം $573 മില്യൺ. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 24.8 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 6.9 ആണ്. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $1670 മില്യൺ. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $2710 മില്യൺ. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. മാർജിനലിറ്റി 13%. ഉപവിഭാഗത്തിൽ ശരാശരി 22.9%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റ്. ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം 0.099%.
ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 275% കുറവാണ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക $18,502 ഉപവിഭാഗത്തിന് ഇത് $4,922 ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ ലാഭം $96,900 ഉപവിഭാഗത്തിന്റെ ശരാശരി $163,6,000 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാന വിഹിതം $747,000 ആണ്. ഉപവിഭാഗത്തിൽ $715,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന ഇടപാടുകളുടെ അളവ് 16.5%. ഉപവിഭാഗത്തിന് ശരാശരി 1%. സൂചകം YD 14 കമ്പനിക്ക് 84% ലെവൽ കാണിക്കുന്നു. JK/M ഉപവിഭാഗത്തിൽ ഈ നില 59%. കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം $221 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ഏകദേശം $200 ആണ്. ഓർഡർ ടേബിൾ നോക്കാം, അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. ഈ സീസണിലെ സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവര സംവിധാനത്തിന്റെ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുക്കകളത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി JK/M വിവര സംവിധാനം ഗുരുക്കലത ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. $220 കൂടെ 75 സെന്റിന് ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിക്ക് മോശം റേറ്റിംഗും വില ചലനവും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 135.39 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 306.11 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ സെപ്റ്റംബർ 11, 2025 ട്രേഡിംഗ് സെഷന്റെ അവസാനത്തിൽ ഇടപാട് സ്വയമേവ നിശ്ചയിക്കപ്പെടും. അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം. ടിക്കർ ഷെഡവ് പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിനും വളരെ നന്ദി ഗുരുക്കലത്.